അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടുവെള്ളരി. ഇതാണ് നമ്മൾ പൊട്ടുവെള്ളരി. ഒന്ന് നോമ്പിനൊക്കെ നല്ല തണുത്തിട്ട് ഇത് കലക്കിയിട്ട് തണുത്തിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് പൊട്ടുവെള്ളരി മേടിച്ചതാണ് കേട്ടോ. ഇത് ഇതുവരെയായിട്ടും കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ചൂടിനൊക്കെ കഴിക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നാലൊക്കെ നമുക്ക് തണുപ്പിനായിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഗുണമുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് നോക്കണം കേട്ടോ. ഇത് സാധാരണയായിട്ട് ഇതിൻ്റെ ചെടികളിൽ നിന്ന് തന്നെ ഇതിൻ്റെ പാകമായി വരുമ്പോൾ ഇത് തന്നെ പൊട്ടി വരും കേട്ടോ. അതങ്ങനത്തെ ഒരു തരം ഒരു വെള്ളരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പൊട്ടുവെള്ളരി എന്ന് പേര് വരുന്നത്. ഇത് പൊട്ടി വന്നെങ്കിലാണ് ഇതിൻ്റെ കറക്റ്റ് നമുക്ക് കഴിക്കാനായിട്ടുള്ള പാകമായിട്ടുണ്ടെന്നുള്ളത് അറിയുന്നത് കേട്ടോ. പൊട്ടി വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ഇത് പാകമായിട്ടുണ്ട്, നമുക്ക് ജ്യൂസാക്കാനുള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ പൾപ്പ് കണ്ടോ, ഇത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിലെ സീഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും സോഫ്റ്റാണ് ഈ പൊട്ടുവെള്ളരി വരുന്നത് കണ്ടില്ലേ. ഇതിൻ്റെ കൂടെ നമുക്ക് പാല് ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് അടിച്ചെടുത്താൽ നന്നായിട്ട് നമുക്ക് ടേസ്റ്റിൽ കിട്ടും. പിന്നെ അതല്ല വെറുതെ പഞ്ചസാര മാത്രം ഇട്ടിട്ട് നമുക്ക് കലക്കിയിട്ട് അങ്ങനെ കുടിക്കാന്നുണ്ടെങ്കിലും അപ്പോഴും ടേസ്റ്റ് നല്ല ശരീരത്തിന് നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് എല്ലായ്പ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം ഒന്നല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങിച്ച് കഴിക്കാൻ മറക്കരുത്. സീസണിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കുരുവൊക്കെ മാറ്റി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അരിപ്പ എടുത്തിട്ട് നമ്മളിത് അരിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് പൾപ്പൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ ജ്യൂസിൻ്റെ കൂടെ അതും കൂടി ചേർക്കാൻ പറ്റും. ഇതുപോലെ ആയിരിക്കും നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അതിന് പൾപ്പൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഉണ്ടായിരിക്കുക. ഇത് കുറച്ചുകൂടിയും പാകം കുറവായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടിലിട്ട്. അപ്പോൾ നമുക്കത് മിക്സിയിലേക്ക് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്ര ഉള്ള വെരി സിമ്പിളാണ് ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ പൊട്ടുവെള്ളരി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇന്ന് പരിപ്പ് വട, കോളിഫ്ലവർ പൊരിച്ചതൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല നമ്മളിന്ന് എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞ് പരിപ്പ് വട കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. എഗ്ഗ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് എടുത്തിട്ട് നമ്മൾ ഉപ്പും മുളക് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ സവാള തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ സവാള വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നോമ്പ് തുറക്കുള്ള അടുത്ത വിഭവമാണ് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ. അപ്പോൾ അതിവിടെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.